ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് രാജീവ് എന്നാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം വിസിറ്റ് വിസയിൽ ഞാൻ ഗൾഫിൽ ജോലി അന്വേഷിച്ച് പോവുകയുണ്ടായി. ഷാർജയിൽ പോയ സമയം തൊട്ട് തന്നെ ഒരുപാട് കമ്പനിയിൽ ജോലി അന്വേഷിച്ച് പോവുകയും CV കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഒരിടത്തുനിന്നും ജോലി ലഭിച്ചിരുന്നില്ല. ഏകദേശം ഒരു മാസം ആകാറായപ്പോൾ തന്നെ ജോലി ഇട്ടത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. 2 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്താണ് ഞാൻ പോയത്. അപ്പോൾ ഏകദേശം ഒരു മാസം ആകാറായി. ആ സമയത്ത് എൻ്റെ കുടുംബം 2ാം ശനിയാഴ്ച ഇവിടെ ഉപവാസത്തോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയുണ്ടായി. ആ സമയം പരിശുദ്ധ ബ്രദറിലൂടെ ഉടനെ ജോലി ലഭിക്കുമെന്ന് പറയുകയുണ്ടായി. ആ സമയം തന്നെ ഷാർജയിലിരുന്ന ദൈവം എനിക്ക് എനിക്ക് ഉടനെ തന്നെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ അക്കൗണ്ടൻ്റായി ജോലി ലഭിക്കുകയുണ്ടായി. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും നന്ദി അർപ്പിക്കുന്നു. നോഹ എന്നുള്ള ഒരേ ഒരു മനുഷ്യൻ ചുറ്റും കള്ളും കഞ്ചയും പീഡനമും കൊലപാതകമും കള്ളപ്പണമും പാമ്പും വിഗ്രഹമും ഉത്സവവും ആനയെഴുന്നേൽപ്പും ഒരേ ഒരുവൻ, തൻ്റെ തലമുറയിൽ ഒരേ ഒരുവൻ, ചുറ്റും ക്രിമിനലുകൾ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വചനത്തിൽ he is the only righteous man. The Bible says Noah is the only righteous man. ഒരേ ഒരു മനുഷ്യൻ, അവന്റെ തലമുറയിൽ ഒരേ ഒരു മനുഷ്യൻ, യേശുവിനെ സ്വീകരിച്ചവൻ ഒരേ ഒരു മനുഷ്യൻ. കർത്താവിന് ആവശ്യം 10 എണ്ണമല്ല, 1 ഉണ്ടെങ്കിലും സുറുസുറുപ്പായി ചൂടായിരുന്നാൽ മതി. അങ്ങനെ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ തലയായി ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ആമേൻ, ആമേൻ. ഓൺലി വൺ ബ്ലെയിംലെസ്. ആബേൽ കൈക്കൊണ്ട്, കയീൻ കർത്താവിനെ തള്ളിക്കളഞ്ഞു. റൂത്ത് ഒരു നേരം ആഹാരത്തിന് 3005 കിലോമീറ്റർ ജോർദാൻ കടന്ന് നടക്കേണ്ടി വന്നിട്ടും, ഭർത്താവ് ചെറുപ്പത്തിൽ മരിച്ചിട്ടും, കൈ കൊടുപ്പാൻ സഹായിപ്പാൻ ആരും ഇല്ലാതിരുന്നിട്ടും, ചെറുപ്പത്തിൽ തന്നെ അന്യൻ്റെ വയലിൽ പോയി കഠിനമായി അധ്വാനിക്കുള്ള അവസ്ഥ ഉണ്ടായിരുന്നിട്ടും, മറ്റവളോ, ഓർപ്പ എന്നുള്ള പെൺകുട്ടിയോ, നല്ല കറുത്ത മീശ ഉള്ള കണവൻ വേണം, നല്ല കൃതാവുള്ള ഭർത്താവ് വേണം, ആഴ്ചയ്ക്ക് ഒരു സിനിമയെങ്കിലും സെക്കൻഡ് ഷോ സിനിമയിൽ കൊണ്ട് എന്നെ ഇരുത്തി കാട്ടണം എന്നൊക്കെ സങ്കല്പിച്ച് വിവാഹ ജീവിതത്തിൽ വന്നവൾ ഇതൊന്നും കിട്ടില്ല എന്ന് വന്നപ്പോൾ ഓടിക്കളഞ്ഞ്, മറഞ്ഞിക്കളഞ്ഞ്, ദൈവസന്നിധി വിട്ട് ഓടിക്കളഞ്ഞ്. അവളുടെ പേരെന്ന് ആര് പറയും? അവളുടെ പേര് ആർക്കിട്ടിരിക്കുന്നു? പക്ഷെ അനേക റൂത്തുമാരുണ്ട്. കൈക്കൊള്ളുക. മാർത്ത യേശുവിനെ തള്ളിക്കളഞ്ഞ് മറിയം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യേശുവിനെ സ്വീകരിച്ച് കൈക്കൊണ്ട്. ജോഷുവ ക്യാപ്റ്റൻ, ജോഷുവ 24:15 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ജോഷുവ 24:15 നദിക്കപ്പുറത്ത് പിതാക്കന്മാർ കുമ്പിട്ട ഒരു ദൈവമുണ്ടല്ലോ, അവനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമസ്കരിക്കാം. ഇപ്പോൾ നിങ്ങൾ പാർക്കുന്ന അമോറിയരുടെ ദേശത്ത് ഒരു ദൈവമുണ്ടല്ലോ, അമ്മുറ്, അവനെ വേണമെങ്കിലും നിങ്ങൾക്ക് നമസ്കരിക്കാം. ഞാനും എൻ്റെ കുടുംബവുമോ സത്യ ദൈവത്തെ തന്നെ നമസ്കരിക്കും. ആമേൻ. കൈക്കൊള്ളുക.
accept him. മനുഷ്യൻ്റെ ഉപദേശത്തിൽ കുടുങ്ങിപ്പോകരുത്. ലിസൺ വാട്ട് ഈസ് റെക്കോർഡ് ഇൻ ദ ബ്ലാക്ക് ബൈബിൾ. ഈ കറുത്ത പുസ്തകത്തിൽ എന്ത് എഴുതപ്പെട്ടിരിക്കുന്നുവോ അത് മാത്രം അനുസരിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ കൈക്കൊള്ളുക? യേശുവിനെ എങ്ങനെ കൈക്കൊള്ളുക? നിനക്ക് വേണ്ടി നീ അനുഭവിക്കേണ്ട ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു പകരക്കാരനായി, ഏക പകരക്കാരൻ യേശു എന്ന് നീ കൈക്കൊള്ളുക. പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരുവാൻ നിനക്കൊരു മാർഗം ഒരുക്കിയ ഏക മധ്യസ്ഥൻ. ചവറുപോലെ മധ്യസ്ഥനില്ല. നോ, നോ. ബൈബിൾ ക്ലിയർലി സേസ് ദ ഓൺലി മീഡിയേറ്റർ. ഏക മധ്യസ്ഥനായി യേശുവിനെ കൈക്കൊള്ളുക. നിന്റെ രക്ഷിതാവായ, ഏക രക്ഷിതാവായ യേശുവിനെ കൈക്കൊള്ളുക. നിന്റെ കർത്താതി കർത്താവും രാജാതി രാജാവും ഭയങ്കരനായ ദൈവമായ യേശുവിനെ കൈക്കൊള്ളുക. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ വീടുടൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി എല്ലാവരും ശാപങ്ങൾ തകർന്നിടും യേശുവിൻ്റെ നാമത്തിൽ. റാബാറ രാഗലാജന ശാലാദാന രാഗരാഗന. ശാപങ്ങൾ തകർന്നിടും യേശുവിൻ്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല. ആമേൻ, 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 ആമേൻ. പഴയ സർപ്പത്തിന്റെ കൺട്രോളിലായി ഇരിക്കുന്ന പല കുടുംബങ്ങളിലെ തമ്മിൽ പോരും, കയർത്ത് കയറലും, ചണ്ടയും ബഹളമും, കേസും വഴക്കും, മദ്യപാനമും, പ്രതികൂല അവസ്ഥ സദാ കുടുംബത്തിനകത്ത് സൃഷ്ടിക്കുന്ന പഴയ പാമ്പിന്റെ കരം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർക്കുന്നുടാ, 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 തകർക്കുന്നുടാ. യേശുവിൻ നാമത്തിൽ ജയം, 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 ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Number 1, Jesus Christ the only substitute. ഏക പകരക്കാരൻ, ഏക പകരക്കാരൻ. ആദാം മുഖാന്തിരം ലംഘനം, പാപം, അക്രമം, അനുസരണക്കേട്. ആദാം മുഖാന്തിരം റോമർക്കെഴുതിയ ലേഖനം 5:18. ലംഘനം മുഖാന്തിരം ശിക്ഷാവിധി, ശിക്ഷാവിധി മുഖാന്തിരം മരണം. ക്രിസ്തു മുഖാന്തിരമോ കഷ്ടതയിൽ കൂടിയുള്ള അനുസരണം. ക്രിസ്തു മുഖാന്തിരമോ റോമർക്കെഴുതിയ ലേഖനം 5:18 കഷ്ടത, പീഡനം, ഏകാന്തത, കണ്ണുനീർ, കാർതുപ്പ്, നഗ്നത, ഞെരുക്കം മുഖാന്തിരം
അനുസരണം, ക്രിസ്തുവിൻ്റെ അനുസരണം മുഖാന്തരം നീതീകരണം, നീതീകരണം മുഖാന്തരം ജീവൻ, ക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം ജീവൻ. ആമേൻ, ഹല്ലേലൂയ. യോഹന്നാൻ 1-ാം അധ്യായം 29 തൻ്റെ മുന്നോടിയായി യഹോവ ദൈവം നിശ്ചയിച്ച യോഹന്നാൻ, സ്നാപക യോഹന്നാൻ, pointing out Jesus Christ, he is declaring a wonderful statement. The Bible records John 1:29. യേശു കർത്താവിനെ കരം നീട്ടിക്കൊണ്ട് പറയുന്ന മനോഹരമായ ഒരു സാക്ഷ്യ വചനം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇതോ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെയല്ല വചനം, മലയാളത്തിൽ അങ്ങനെയാണ്. തമിഴിൽ കുറച്ചുകൂടെ ഇംപ്രസീവായി ലോകത്തിൻ പാപം ചുമക്കിற മാത്രമല്ല, ചുമന്ന് തീർക്കുന്ന. ആമേൻ. takes away. Not only he bore the sin, the Bible says he took away. He took away. ചുമന്ന് തീർത്ത കുഞ്ഞാട്. നീ ചുമക്കേണ്ട, ചുമന്ന് തീർത്തവൻ. നാം ഓരോ നാളും പ്രാർത്ഥിക്കുന്നത്, ഒരു നാൾ കൂടെ ആയുസ് തരണമേ, ഒരു നാൾ കൂടെ ആയുസ് തരണമേ. പക്ഷെ കർത്താവിൻ്റെ ഓരോ നാളികയും മരണത്തിൽ ചുവട് പതിച്ചാണ്. He came down to die. We are here to live. നാം ഇവിടെ പാർക്കുന്നത് ഒരു നാൾ കൂടെ ആയുസിന് വേണ്ടി. കർത്താവ് ഇവിടെ വന്നടോ എല്ലാ പേർക്കും നമ്മുടെ പാപം ചുമന്ന് തീർത്ത് ക്രൂസിലെ മരിക്കാൻ വേണ്ടി നമ്മുടെ പകരക്കാരനായി. ബൈബിൾ എടുക്കുക, ലൂക്കോസ് 9-ാം അധ്യായം 51 മനോഹരമായ വചനം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശു തൻ്റെ ആരോഹണത്തിനായുള്ള കാലം തികയാറായപ്പോൾ, യേശു തൻ്റെ സ്വർഗാരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ ജെറുസലേമിലേക്ക് യാത്രയാകുവാൻ തൻ്റെ മനസ്സ് ഉറപ്പിച്ചു. Every intention, the deep heart of Jesus Christ is only Jerusalem. ജെറുസലേമിൽ ഉള്ളത് ഗസമേൻ തോട്ടം, ജെറുസലേമിൽ ഉള്ളത് ഫിലാത്തോസിന്റെ കോർട്ട്, ജെറുസലേമിൽ ഉള്ളത് ഉളവ് ചാലുകൾ പോലെ അവൻ്റെ മുതുക് കീറപ്പെടുന്ന അവസ്ഥ. ജെറുസലേമിൽ ഉള്ളത് അവൻ നഗ്നം ആക്കപ്പെടുന്ന അവസ്ഥ. ജെറുസലേമിൽ ഉള്ളത് ക്രൂശ് മരണം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, അവൻ എന്നും തൻ്റെ മനസ്സ് ജെറുസലേമിനെ നോക്കി ഉറപ്പിച്ച്. ആമേൻ. ആരോഹണത്തിനായുള്ള കാലം. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് ഉയിർപ്പ്, അതിനു മുമ്പ് മരണം, അതിനു മുമ്പ് 12 മണിക്കൂർ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയാൻ പറ്റാത്ത, ചുമക്കാൻ പറ്റാത്ത കഷ്ടത, അടി, ബഹളം, നിന്ദ, പരിഹാസം, ദാഹം, കയ്പ്, നഗ്നത, പരിഹാസം. അതിന് ചിന്തിച്ച് അവൻ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന ആ കാര്യമൊക്കെയും കർത്താവ് ഓർത്ത് തൻ്റെ മനസ്സ് ഇത് സംഭവിക്കാൻ പോകുന്ന ജെറുസലേമിൽ യേശു തൻ്റെ മനസ്സ് ഉറപ്പിച്ചു. അവൻ നമ്മുടെ പകരക്കാരൻ. നീ വഹിക്കേണ്ട നിന്ദ, സുന്ദർ സിംഗ് ചുമക്കേണ്ട പരിഹാസം, സുന്ദർ സിംഗ് ചുമക്കേണ്ട മരണശിക്ഷ അവൻ വഹിച്ചു. ആമേൻ, ആമേൻ. മറക്കരുതേ, പാപം മുഖാന്തരം മരണം, പാപത്തിൻ്റെ ശമ്പളം മരണം. റോമർക്കെഴുതിയ ലേഖനം 6:23 ദൈവത്തിൻ്റെ വരദാനമോ
ദൈവത്തിൻ്റെ ദാനമോ, പാപത്തിൻ്റെ ശമ്പളം മരണം, ദൈവത്തിൻ്റെ വരദാനമോ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തു യേശുവിൽ നിത്യ ജീവൻ. നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് നിത്യജീവൻ തന്നവൻ.